സോ ഈ ഒരു സമയത്ത് നിങ്ങൾ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകൾ ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. അത് മാത്രമല്ല ഇപ്പോൾ ഓരോ മാസത്തിലും ഓരോ ആഴ്ചയിലും ഇപ്പോൾ കുറേ സ്മാർട്ട് ഫോണുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഷവോമി, റെഡ്മി, സാംസങ് ഒക്കെ ഒരുപാട് സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഇപ്പോൾ ഒരുപാട് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളുണ്ട്. ഇതിലൊക്കെ മുമ്പ് ഒരു ഫസ്റ്റ് ഇറങ്ങിയിട്ടുള്ള ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ഏതായിരിക്കും? വീഡിയോയിലോട്ടേക്ക് പോവാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൽ ആദ്യമായിട്ട് ഇറങ്ങിയിട്ടുള്ള ഫസ്റ്റ് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിനെ കുറിച്ചാണ്. അപ്പോൾ അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഇന്നോവേഷൻ കിങ് ആയിട്ടുള്ള HTC ഡ്രീം എന്നുള്ളൊരു ഫോണാണ്. ഇതിൽ T-Mobile G1 എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പേരും ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫോൺ നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഈ ഒരു ഫോൺ എന്ന് പറയുന്നത്. ഒരു ചെറിയ ഫോണാണ്, ബട്ട് ഇതിനകത്ത് താഴെയായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇതുപോലെ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ക്വറ്റി കീബോർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നല്ല തിക്നെസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വെയിറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 158 ഗ്രാം വെയിറ്റ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഇതിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് കാണുന്നുണ്ട്, ഒരു ചെറിയൊരു കേർവ് ഡിസൈനാണ് അടിയിലായിട്ട് നിങ്ങൾ കൊടുത്തിട്ടുള്ളത്. പിടിയുമ്പോൾ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ഭാഗം നോക്കുകയാണെങ്കിൽ 3.2 ഇഞ്ചിൻ്റെ TFT 480p റെസൊല്യൂഷനിലൊരു ഡിസ്പ്ലേ ആണ്. ഇതൊരു TFT ഡിസ്പ്ലേ ആണ്. ഇപ്പോൾ ഇറങ്ങുന്ന ബഡ്ജറ്റ് കാറ്റഗറി ഈവൻ 20,000 വരെ ഇപ്പോൾ ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതിലും താഴെയുള്ളതാണ് ഒരു കോമൺ ആയിട്ട് വരുന്ന ഡിസ്പ്ലേ ആയിരുന്നു IPS LCD ഡിസ്പ്ലേ. അതിലും താഴെയുള്ള കുറച്ച് പഴയ ഫോണിലും പഴയ ടൈബിലൊക്കെ കാണുന്നതാണ് TFT ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 480p റെസൊല്യൂഷനാണ് ഇത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന യൂട്യൂബിനകത്ത് 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് ക്വാളിറ്റി സെറ്റിംഗ്സ് നോക്കുകയാണെങ്കിൽ 180p ആയിരിക്കും. എൻ്റെ വീഡിയോ ഒക്കെ ആണെങ്കിൽ 180p ആയിരിക്കും മുകളിൽ ഏറ്റവും ഉണ്ടാവുക. ഈ 180p റെസൊല്യൂഷനാണ് അധിക ഫോണിലും കോമൺ ആയിട്ട് വരുന്ന മിഡ് റേഞ്ച് ഫോണിനകത്തൊക്കെ കൊടുത്തിട്ടുള്ളത്. അതിന് താഴെ ഒരു ബഡ്ജറ്റ് കാറ്റഗറിനകത്ത് കൊടുത്തുള്ള 720p അത് HD+ ഡിസ്പ്ലേ. അതിനും താഴെയുള്ള 480p ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു നോച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് HTCൻ്റെ ഒരു ബ്രാൻഡിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങളൊരു കാര്യം മിസ് ചെയ്യുന്നുണ്ടാവും, ഇതിന് ഫ്രണ്ട് ക്യാമറ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ആരും സെൽഫീസ് ഒന്നും എടുക്കാറില്ല. അത് മാത്രമല്ല ഇതൊരു ഫസ്റ്റ് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ താഴെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് നിങ്ങൾക്ക് ഒരു കോൾ ചെയ്യാനുള്ളൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. നടുവിലായിട്ടൊരു ട്രാക്ക് പാഡ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് ഹോം ബട്ടണും അതിൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഒരു ബാക്ക് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ 5 ബട്ടൺസിൻ്റെയും മുകളിലായിട്ടൊരു മെനു ബട്ടണും നിങ്ങൾക്ക് അതിനകത്ത് കിട്ടുന്നതാണ്. ഒരുപാട് ബട്ടൺസ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഗൂഗിളിൻ്റെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിന് മുകളിലായിട്ടൊരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇതൊരു 3.2 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. ഇപ്പോൾ ഇറങ്ങുന്ന ഫോണുകളൊക്കെ 108 മെഗാ പിക്സലാണ് ഉള്ളത്. നിങ്ങൾക്കറിയായിരിക്കും മെഗാ പിക്സൽ എന്ന് പറയുന്നത് അതിനെക്കൊണ്ട് വലിയ ക്ലാരിറ്റി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈവൻ നിങ്ങൾ ഗൂഗിളിൻ്റെ ഫോണോ അല്ലെങ്കിൽ ഐഫോണിലൊക്കെ നോക്കുകയാണെങ്കിൽ 12 മെഗാ പിക്സലേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ 108 മെഗാ പിക്സലിൻ്റെ ഫോണും ഈ പറഞ്ഞ ഐഫോണോ അല്ലെങ്കിൽ ഗൂഗിൾ പിക്സൽ 12 മെഗാ പിക്സലിൻ്റെ ഫോണും വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫോട്ടോ ക്ലാരിറ്റി എന്തായാലും നിങ്ങൾക്ക് അതിനകത്ത് ഈ പറഞ്ഞ ഐഫോണോ അല്ലെങ്കിൽ ഗൂഗിളിനൊക്കെ ഉണ്ടാവുക. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മെഗാ പിക്സൽ മാത്രമല്ല അതിൻ്റെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ പോട്ടെ. ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഇറങ്ങിയിട്ടുള്ള ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ കൊടുത്തിട്ടുള്ളത് 3.2 മെഗാ പിക്സലാണ്. അപ്പോൾ ആ ഒരു അതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ടേ പോകുന്ന ഒരു ചെരിഞ്ഞിട്ടാണ്. അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് ഒരു സ്പീക്കർ ഗില്ലും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഫ്ലാഷ് ലൈറ്റ് ഇല്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ബാക്ക് സൈഡ് കൊടുത്തിട്ടുള്ളത്. ബാക്ക് സൈഡ് നിങ്ങൾക്ക് തുറക്കാൻ കഴിയുമ്പോൾ തുറന്നിട്ട് നിങ്ങൾക്ക് അതിനകത്ത് ബാറ്ററി ഇടാൻ പറ്റും. റിമൂവൽ ലിഥിയം അയോൺ ബാറ്ററിയാണ്. 1150 mAh ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതൊരു ചെറിയ ഡിസ്പ്ലേ ആണ്. അത് മാത്രമല്ല ഇതിനകത്ത് അധികം ആപ്ലിക്കേഷനും കാര്യങ്ങളൊന്നുമില്ല. ആൻഡ്രോയിഡ് 1.6 ആണ് ഇതിന് കറൻറ്റ്ലി റൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബാറ്ററി ഇതിനകത്ത് ഓക്കെയാണെന്ന് എനിക്ക് തോന്നുന്നതാണ്. ഞാനിത് ഉപയോഗിച്ച് ശീലിച്ചൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ സൈഡ് ഭാഗം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് വോളിയം ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഒരു ക്യാമറ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നതാണ്. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. പണ്ടത്തെ ഫോണിലേക്ക് കാണുന്നുണ്ടാവും. നിങ്ങൾക്ക് ഇതിൻ്റെ താഴെയായിട്ടൊരു പോർട്ട് ഉണ്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടൈപ്പ് സിയോ മൈക്രോ USB ഒന്നുമല്ല, ഒരു മിനി USB പോർട്ടാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു ഹെഡ്ഫോൺ ജാക്ക് ഇതിനകത്തില്ല. ഫസ്റ്റ് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിനകത്ത് ഹെഡ്ഫോൺ ജാക്ക് ഇതിനകത്തില്ല. സോ ഐഫോൺ കേൾക്കണ്ട. സോ എന്തായാലും ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പോർട്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മൊത്തത്തിൽ ഡിസൈൻ. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ കോൾകോമിൻ്റെ ചിപ്സെറ്റാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല ഇതിൻ്റെ GPU എന്ന് പറയുന്നത് അഡ്രീനോണ്ടാണ്. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും മൊത്തത്തിൻ്റെ സെറ്റപ്പൊക്കെ. അതുപോലെ തന്നെ ഇതിൻ്റെ റാമും റോമും നോക്കുകയാണെങ്കിൽ സ്റ്റോറേജ് റാം നോക്കുകയാണെങ്കിൽ 256 MB ആണ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. 256 GB അല്ല, വെറും 256 MB ആണ് ഇതിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഇതിൻ്റെ റാം എന്ന് പറയുന്നത് 192 MB ആണ് ഇതിൻ്റെ റാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചെറിയ ഡിസ്പ്ലേ ആണ്. അത് മാത്രമല്ല ഇതിനകത്ത് കുറേ ആപ്ലിക്കേഷൻ ഒന്നും ഇല്ല.
ഒരു ആൻഡ്രോയിഡ് 1.6 ആണ് കറൻ്റ് റൺ ചെയ്തിരിക്കുന്നത് ഡോണറ്റ് വേർഷൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ഇറ്റ്സ് ഇനഫ് ആയിരിക്കും. ബട്ട് നിങ്ങൾക്ക് ക്യാമറ വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യണം. 16 GB ഒക്കെയാണെന്ന് തോന്നുന്നു അതിനകത്ത് മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്കൊരു സ്ലൈഡ് ചെയ്തിട്ട് എനിക്കൊരു QWERTY കീബോർഡ് ഉണ്ട്. ഈ നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇതുപോലെ പോർട്രേറ്റ് ആയിരിക്കും ഇതുപോലെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ QWERTY കീബോർഡ് ഇങ്ങനെ സ്ലൈഡ് ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക് മാറുന്നതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് നടുവിലായിട്ട് ട്രാക്ക് പാഡും കൊടുത്തിട്ടുണ്ട്, ഉപയോഗിച്ച് നാവിഗേറ്റ് ചെയ്യാവുന്നതാണ്. ഈ രണ്ട് സംഭവം ഈ ഒരു സമയത്ത് 2008 ഒരു പോപ്പുലറായിട്ടിരിക്കുന്ന നമ്മുടെ ബ്ലാക്ക്ബെറീൻ്റെ ഒരു ഇൻസ്പിറേഷൻ ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. അതുമാത്രമല്ല ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഭാഗം നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 1.6 ആണ് ഇതിൻ്റെ വേർഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് അധികം ആപ്ലിക്കേഷൻ തോന്നുന്നുണ്ടാലും നിങ്ങൾ കോമൺ ആയിട്ട് കാണുന്ന കലണ്ടർ, ക്ലോക്ക്, അങ്ങനത്തെ സിമ്പിൾ ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർനെറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഹോം സ്ക്രീനിൽ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. അതായത് എനിക്ക് ഹോം സ്ക്രീനകത്ത് വിജറ്റ്സ് ആഡ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ വാൾപേപ്പർ മാറ്റാം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഐഫോണിനെ പോലെയല്ല. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് ഇതിൻ്റെ സംഭവം. സോഫ്റ്റ്വെയർസ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ആൻഡ്രോയിഡ് മാർക്കറ്റ് എന്നൊരു സംഭവം ഉണ്ട്. നിങ്ങൾക്കറിയാം ഗൂഗിൾ പ്ലേ സ്റ്റോർ, ആൻഡ്രോയിഡ് മാർക്കറ്റാണ് ഗൂഗിൾ പ്ലേ സ്റ്റോർ ആയിട്ട് മാറിയിട്ടുള്ളത്. അതിനകത്ത് ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനകത്ത് അധികം ആപ്ലിക്കേഷനൊന്നും ഇല്ല. എന്തായാലും ഇത്രയൊക്കെയാണ് മൊത്തത്തിൽ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫീച്ചേഴ്സ് വെച്ച് നിങ്ങൾ നോക്കുമ്പോൾ ഇതിൻ്റെ പ്രൈസ് എത്രയും നിങ്ങൾ ആലോചിക്കുന്നത് നിങ്ങൾ ജസ്റ്റ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇതാ നിങ്ങളിപ്പോൾ കാണുന്ന സ്ക്രീനിൽ കാണുന്നതാണ്. ഇറ്റ്സ് ടു എക്സ്പെൻസീവ് ആണ്. ഇപ്പോൾ ഈ ഒരു പ്രൈസ് ഈ ഒരു സമയത്ത് ഈ ഒരു ഫോൺ വാങ്ങുകയാണെങ്കിൽ എന്തായാലും ഇപ്പോൾ ഒരു 3000-2000 രൂപ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോട് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നത് 23 സെപ്റ്റംബറിലാണ്. ഈ ഒരു സമയത്തായിരുന്നു ഫസ്റ്റ് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ഇറങ്ങിയിട്ടുള്ളത്. അതായത് 2008 23 സെപ്റ്റംബർ ആണ്. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന അപ്ലോഡ് ചെയ്തിട്ടുള്ളത് 23 സെപ്റ്റംബറിനാണ്. അപ്പോൾ ഒരു 13 കൊല്ലമായി ഈ ഒരു ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ഇറങ്ങി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോ എന്ന് പറയാനുള്ളത്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു ഫോൺ കുറേ ഉപയോഗിക്കും, എന്നിട്ട് ഇതിനെക്കുറിച്ചൊരു വീഡിയോ അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ഇടും. എന്നിട്ട് കുറേ ഇത് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ കാലാവധി കഴിയുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ഇതിനകത്തുള്ള പാർട്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഒരു ഫ്രെയിം ആക്കിയിട്ട്, ഞങ്ങളിപ്പോൾ ഈ ഫോൺ ഒരു ഫോട്ടോ കാണുന്നുണ്ടാവും, ഐഫോണിൻ്റെ ഒരു പാർട്സൊക്കെ വെച്ചിട്ട് ഫ്രെയിം ആക്കിയ പോലെ അതുപോലെ ആക്കിയിട്ട് ഞാൻ ഇവിടെ ഈ ഒരു ഭാഗത്ത് സെറ്റപ്പാക്കി വെക്കും. ഇതാണ് എൻ്റെ ഒരു എന്താ പറയുക തിങ്കിങ്. എനിക്കിപ്പോൾ ഫോൺ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഈ ഒരു സ്മാർട്ട് ഫോൺ ഫസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും?